അവിടെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. മീഡിയ നമ്മുടെ ലൂസിഫറിന്റെ അകത്ത് പറയും പോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സംഭവം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നൊരു അജണ്ടയെ കീപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് മീഡിയ. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചായ്വ് എല്ലാ ചാനലിലും ഉണ്ടാവാം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പാർട്ടിയെ അവർ സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ കൃത്യമായ ന്യൂസ് ആണോ നമുക്ക് കിട്ടുന്നത്, അതോ ആ പാർട്ടിയുടെ ചായ്വിലുള്ള, പാർട്ടിയെ ഉയർത്തി കാണിക്കാൻ, പാർട്ടിയുടെ മുഖഛായ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള ടൈപ്പ് ന്യൂസുകൾ മാത്രമാണോ അവർ ഇറക്കുന്നത്? നേരത്തെ ആയിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോ മീഡിയ ബയസ്ഡ് അല്ലേ? ആ, അതെ അതെ അതെ. പക്ഷെ ഇപ്പോ കുറച്ചൊക്കെ ഞാൻ കണ്ടേക്കുന്നവരിൽ ഇപ്പോ എന്നാ ചില ഇത് ആങ്കർ ചെയ്യുന്ന കുറച്ച് മറ്റേ വാർത്ത വായിക്കുന്ന ആങ്കർ ചെയ്യുന്നവരുണ്ടല്ലോ, ചില മറ്റേ ഹാഷിം മറ്റേ പുള്ളിയൊക്കെ ഇല്ലേ, ഒരു താടി മീശക്കുള്ള മറ്റേ പുള്ളി, അങ്ങനെ ചിലരൊക്കെ ഭയങ്കര രീതിക്ക്, പക്ഷെ അപ്പോഴും അത് എന്നാ ഈ ന്യായപരമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ രീതിക്ക് നല്ലപോലെ കത്തി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഒരു അജണ്ടയുടെ കീഴിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഒരു ഗ്രൂപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി ആ ഒരു രീതിക്ക് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആയിട്ട് അവര് പറയുന്ന അജണ്ടയ്ക്കാണ് കാര്യങ്ങൾ, ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്താണ് കാര്യങ്ങൾ പോകുന്നത് ഉറപ്പായിട്ട്. കാരണം ഈ ലൂസിഫറിനകത്ത് പറയുന്ന സംഭവം വളരെ കറക്റ്റാണ്. ഫണ്ടിങ് ഉണ്ടാവുമല്ലോ, അല്ലാതെ ഇവർക്ക് അവിടെ നിന്ന് ഈ പൈസയൊക്കെ തന്നെ എന്തായാലും ഹ്യൂജ് ലെവൽ ഓഫ് ഫണ്ടിങ് ഇല്ലാണ്ട് ഇതൊന്നും മുന്നോട്ട് പോകത്തില്ല എല്ലാ മീഡിയയും. അപ്പൊ അത് ഓൾവേസ് സ്ക്രിപ്റ്റഡ് ആണ് സംഗതി. അതൊരു ഒരു മനുഷ്യന്റെ ക്വാളിറ്റി അല്ലേ? ഇപ്പൊ എനിക്ക് എന്റേതായ ഒരു രാഷ്ട്രീയം, ഒരു കാഴ്ചപ്പാടുണ്ടാവാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളൊരു എന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും നിന്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും. അപ്പൊ അത് വേണം ഒരു പൊളിറ്റിക്സ് ആണെന്ന് പറയാമല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഇപ്പൊ മീഡിയ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. മീഡിയക്ക് ഒരു പൊളിറ്റിക്കൽ ലീനിങ് ഉണ്ട്. എല്ലാ മീഡിയയും ഇപ്പൊ ഒരു ചാനല് വേറെ ആ പാർട്ടിക്ക് വേണ്ടിയാണ്, ഈ ചാനൽ ഈ പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനുഷ്യന്റെ ഒരു ബേസിക് ക്വാളിറ്റി അല്ലേ? എനിക്ക് എന്തിനോടൊരു താല്പര്യം ഉണ്ടാകും. അപ്പം എനിക്ക് താല്പര്യമുള്ള ഒരു സംഭവം കുറച്ച് ആൾക്കാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് കുറച്ച് ചിലപ്പോൾ എൻ്റെ ഒരു പ്രൈവസി ഞാൻ പറയും, എടാ ശരിയായില്ല, ചിലർ പറയത്തുമില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ അവനെ മോശമായി കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവന്റെ അടുത്ത് പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞിട്ട് എന്റെ ശത്രു അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആംഗിലുള്ള ഒരുത്തം മോശം ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഞാൻ കത്തിക്കും. അപ്പൊ അവൻ മോശക്കാരനായാലും എന്റെ കൂടെ നിൽക്കുന്ന മോശക്കാരനായാലും ഒത്തിരി പേരെ അറിഞ്ഞില്ല. അപ്പൊ ആ ഒരു സംഭവം തന്നെയല്ലേ ന്യൂസ് ചാനൽസ് ഒരു രീതി കൂടെ കാണിക്കണേ. ന്യൂസ് ചാനൽ പക്ഷെ എന്നാലും അതിന്റെ അകത്ത് നിനക്ക് പിന്നെ ഒരു എന്നാ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ നീ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ അത്. അല്ലെങ്കിൽ മറ്റേ ആൾക്ക് പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് പ്രോപ്പർലി ഇപ്പൊ ഇത്രയും ഫണ്ട് ഒരു പാർട്ടി തരാന്ന് പറയുന്നു, അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യും. ഇതേ വേറൊരു സംഭവത്തിൽ അതിൽ കൂടുതൽ ഫണ്ടിങ് കൊടുക്കാന്ന് പറയുകയാണെങ്കിൽ ആ രീതിക്ക് അജണ്ട മാറും. അല്ലാതെ ഒരു കമ്മിറ്റ്മെന്റ് അതിനകത്ത് കൂടുതലായിട്ട് ചിലപ്പോൾ ഉണ്ടാവത്തില്ലല്ലോ. അതും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്കറിയത്തില്ല, ഇൻഡെപ്തിൽ നമുക്കറിയത്തില്ല. എന്നാലും അങ്ങനെ പ്രവർത്തിക്കാം. നീ പറഞ്ഞ ഒരു ബന്ധത്തിന്റെ പേരിലുള്ള ആ ഒരു സംഭവം. പക്ഷെ കാലം മാറുമ്പോ ഒരു വിഷയമുണ്ട്. കാലം മാറുമ്പോ ഒരു വിഷയമുണ്ട്. കാരണം നിനക്ക് ഞാൻ 10 രൂപ തരാന്ന് പറഞ്ഞു, വേറെ വന്നിട്ട് നിനക്ക് 20 രൂപ തരാന്ന് പറയുമ്പോ നീ ഇന്ന് അവന്റെ കൂടെ നിൽക്കും. നാളെ 30 ഉണ്ടാകുമ്പോ നീ എന്റെ കൂടെ നിൽക്കുമല്ലോ. അപ്പൊ നിന്നെ ആരും വിശ്വസിക്കില്ലല്ലോ. ഇല്ല. എനിക്ക് തോന്നുന്നു ആ കളി അവിടെ നടക്കണത് കുറവായിരിക്കും. പക്ഷെ എന്നാലും ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിലായിരിക്കും അതുണ്ടാവാം. ഇപ്പൊ ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. നീ ഇന്ന് എനിക്ക് 10 രൂപ തന്നു, നാളെ ഞാൻ ഒരുത്തിനോട് അവന് 20 രൂപ തന്നപ്പോ അത് കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. 20 കിട്ടിയപ്പോ അവനോട് പോയി, ഇവന് 30 അവൻ്റെ കൂടെ പോയി. പക്ഷെ ഇത് ഇപ്പൊ ഈ നമ്മള് മറ്റേ വലിയ ആൾക്കാർ ന്യൂസ് അവർക്കെതിരായിട്ടുള്ള ന്യൂസ് വരുമ്പോഴത്തേക്കും വേറെ ന്യൂസ് കൊണ്ടുവന്ന് മുക്കിക്കളഞ്ഞ ആൾക്കാരെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് വരുവാണല്ലോ. ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ട്രെൻഡ് മാറി. ആൾക്കാർക്ക് എപ്പോഴും ബ്രേക്കിംഗ് ന്യൂസ് മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ ഇത് ആൾക്കാരെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കറക്കിക്കൊണ്ട് വരാനുള്ള ഒരു സംഗതി മീഡിയക്ക് ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഈ ഒരു നമ്മുടെയൊക്കെ അപ്പന്മാരുടെ പ്രായമുള്ള ആൾക്കാരുടെ ഒരു ഡെയിലി റൊട്ടീൻ അല്ലെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്സ് ചിന്താഗതി അല്ല ഈ മീഡിയയിൽ ബേസ്ഡ് ആയിട്ട് സത്യം പറഞ്ഞിരിക്കണേ എന്നൊരു പഠനം ഞാൻ കണ്ടായിരുന്നു, ഒരു റീസർച്ച് ഞാൻ കണ്ടായിരുന്നു. ഉള്ളതാണ്. എന്തെങ്കിലും ഒരു മോശം കാര്യം ടി വി കാണിച്ചു എന്നിരിക്കട്ടെ, ഒന്ന് സ്വയം ചിന്തിക്കുക പോലുമില്ല. ശരിക്കും ഇത് ഉള്ളതാണോ, ഇത് മോശമാണോ, ഇത് സ്വന്തം പോലും ചിന്തിക്കാതെ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നത്, ഇപ്പം ന്യൂസ് ആവണമെന്നില്ല, സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടാലും സ്വയമേ ആലോചിക്കാതെ സ്വന്തം തല ഉപയോഗിച്ച് ചിന്തിക്കാതെ അവര് പറഞ്ഞ ശരിയാണെന്നും പറഞ്ഞ് അഭിപ്രായം പറയുന്നതും പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ആ അഭിപ്രായം വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതൊരു സ്വന്തം അഭിപ്രായമാണെന്ന കണക്കിൽ പറഞ്ഞതിൽ കാര്യമുണ്ട്, അപ്പൊ അത് അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിനോട് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പുറത്തുണ്ടാവുകയാണെങ്കിൽ ആ സെയിം സാധനം എടുത്ത് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അപ്പൊ ആളുടെ ക്യാരക്ടറാണല്ലോ മാറിപ്പോയി. അതിലൂടെ പുള്ളിക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ ഒന്ന് ആലോചിച്ചായിരുന്നെങ്കിൽ പുള്ളിയുടെ ശരിക്കുള്ള സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു ചിന്താഗതി പുള്ളിക്ക് ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ അത് ഈ മീഡിയ വഴി ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് മാറിപ്പോവാ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെ.
അല്ല, ഞാൻ ഉദ്ദേശം പറ്റുന്ന അറിയണം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് കുറെ നാളായി, കഴിഞ്ഞിടയ്ക്ക് പറയുമ്പോ എന്തായാലും 2-3 വർഷമായി, ഒരു ന്യൂസ് കണ്ടു. ഒരു ഡോക്ടർ, ആ പുള്ളി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഏതോ ഒരു ചാനലില് ഒരു ന്യൂസ് വന്നു, പുള്ളി പൈസക്ക് വേണ്ടി മോശം രീതിയിൽ കൂടുതൽ ലാഭത്തിന് വേണ്ടി ഒക്കെ രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഏതോ ഒരാളെ പൈസ ഇല്ലാതെ എന്തോ സഹായം ചോദിച്ചു വന്നപ്പോ പുള്ളി പറ്റത്തില്ല അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ അതൊരു ന്യൂസ് ആയിട്ട് വന്നു. ഒരു മോശപ്പെട്ട വ്യക്തിയാണ് പുള്ളി, പൈസക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്തിനാണ് നീയൊക്കെ ജീവിക്കുന്നത്? ഡോക്ടറാണോ? ചെയ്യുന്ന പരിപാടിക്കൊന്നും അർത്ഥമില്ല, നീ ഒന്നും മനുഷ്യനല്ല എന്ന് പറഞ്ഞ ആ ഒരു ന്യൂസൊക്കെ അങ്ങ് മൊത്തത്തിലങ്ങ് വന്നപ്പം പുള്ളി അടുത്ത ദിവസം കയറി പുള്ളി അങ്ങ് ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേറെ ന്യൂസ് വരുവാണ്. ഈ ആദ്യം പറഞ്ഞ ന്യൂസ് ഉണ്ടല്ലോ, മനുഷ്യത്വം ഇല്ലാത്ത പുള്ളിയൊന്നും അല്ല പുള്ളി, ഒരു ഡീസന്റ് മനുഷ്യനായിരുന്നു, ഒരു ഡോക്ടർ, ഒരു നോർമൽ ഡോക്ടർ. പുള്ളി എന്തോ ഒരു സാഹചര്യത്തിന്റെ പേരിൽ എന്തോ ഒരു സംഭവം ചെയ്തു. അത് പുള്ളി മോശപ്പെട്ടൊരു കാര്യമൊന്നും അല്ല ചെയ്തേ. പക്ഷെ ആൾക്കാര് ഒരു സംഭവം നോക്കി കണ്ട് മനസ്സിലാക്കിയപ്പോൾ എന്താന്ന് വെച്ചാൽ ഏതോ ഒരു പാവത്തിനെ പിടിച്ചിട്ട് പുള്ളി പൈസ ഇല്ലാന്നും പറഞ്ഞ് എന്തോ ചെയ്തു. അപ്പം പുള്ളി മോശപ്പെട്ട ഡോക്ടറാണ് എന്ന് ഒരു ചാനലിൽ ഒരു ന്യൂസ് വന്നപ്പോ പുള്ളി മോശപ്പെട്ട ആളാണെന്ന് തന്നെ ചുറ്റുമുള്ളവരും വിചാരിച്ചു. അത് കേട്ടോണ്ടിരുന്ന പുള്ളിക്ക് വരെ തോന്നി പുള്ളി മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് പുള്ളി ആത്മഹത്യ ചെയ്തു. അതായത് ഒരു ന്യൂസ് വന്നതിന്റെ പേരില് പുള്ളി അങ്ങ് മോശപ്പെട്ട ആളായി, ജീവനും പോയി കഴിഞ്ഞപ്പോ ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്ന് ന്യൂസ് തന്നെ പുള്ളി മോശപ്പെട്ട ആളല്ലായിരുന്നു, പുള്ളി ഒരു ഡീസന്റ് മനുഷ്യനായിരുന്നു, മരിച്ചു കഴിഞ്ഞിട്ട്. പക്ഷെ ആള് മരിച്ചുപോയി. എനിക്ക് തോന്നുന്നൊരു സംഭവം പറയട്ടെ, അതായത് പുള്ളി ഇപ്പൊ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ചിലപ്പോ അത് അങ്ങനെ ആയിരിക്കില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും മെഡിക്കലി ഒരു ഇൻകറക്ഷൻ, എന്തെങ്കിലും ഒരു സംഭവം കറപ്ഷൻ ഉണ്ടായെങ്കിൽ തന്നെ അത് അവരുടെ മാനേജ്മെന്റിനെ ബാധിക്കും, അവരുടെ ബിസിനസിനെ ബാധിക്കും. അപ്പോ ഈ പറയുന്ന ഡോക്ടർ ഇപ്പൊ ഇൻ കേസ് അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, ഈ ഡോക്ടർ അവിടെ അനധികൃതമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് കൂട്ടിക്കോ, അപ്പൊ ഈ ഡോക്ടർ അതിനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടാവാം. അപ്പൊ പുള്ളി മാത്രം അതിനു വേണ്ടി നിൽക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ബാക്കി എല്ലാവരും ഈ പറയുന്ന പോലെ പ്രോഫിറ്റ് കാര്യങ്ങൾ ഓടിപ്പോകാനായിട്ട് അനധികൃതമായ പരിപാടികൾ നടത്തി പോകുന്നു. ഈ പുള്ളി മാത്രം അതിനെതിരായിട്ട് വോയിസ് കൊണ്ടുവരുവാണെങ്കിൽ ഈ മാനേജ്മെന്റിന് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി വിടാവുന്ന കേസേ ഉള്ളൂ. പുറത്തേക്ക് കേട്ടപ്പോ പുള്ളി ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല, നമ്മൾ അങ്ങനത്തെ ആളൊന്നും അല്ല. പുള്ളി എന്തായാലും ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോ ഉള്ളതായിരിക്കും, ജെനുവിൻ ന്യൂസ് ആയിരിക്കാം. പക്ഷെ തോന്നണില്ല ഒരാളുടെ ജീവൻ കളയണമെങ്കിൽ ഒന്നെങ്കിൽ അയാൾ അതിന് ചിന്തിച്ചാണ് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്. അതെ, പിഞ്ചാണല്ലോ പുള്ളി. അതൊരു ഡോക്ടറും കൂടെയാണ്, ജീവൻ രക്ഷിക്കേണ്ട ആള് ഇതുപോലെ കാണിക്കുന്നതാണ്. ഞാൻ അങ്ങനെ അത്ര ആത്മാർത്ഥമായിട്ട് പണിയുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു അലിഗേഷൻ കിട്ടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, ജീവൻ കളയാൻ മാത്രമുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പുള്ളി ജീവൻ കളഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാർക്ക് തന്നെ അവർക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന ഒരു പുള്ളി പടവുമായി, പുള്ളി വിദ്യയിലും കയറി. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പുള്ളിനെ പറ്റി ഒരു പോസിറ്റീവ് ന്യൂസ് വിടുവാണെങ്കിൽ ആൾക്കാർ അതിനെപ്പറ്റി ഇമേജ് ക്ലിയർ ആയി. പുള്ളിനെ പറ്റി തിരിച്ച് ഇനിയിപ്പോ ആരെങ്കിലും പുള്ളി അങ്ങനെയൊന്നും അല്ലായിരുന്നു, നിങ്ങൾ ഹോസ്പിറ്റലുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് മറ്റേ മൂടിപ്പോയ കേസ് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള വഴിയും അവിടെ വെച്ച് നിന്നുപോയി, പുള്ളിനെ പുണ്യവാളനാക്കിയ വഴി. സുഖ പരിപാടിയല്ലേ, ചിലപ്പോ അങ്ങനെയും ആയിരിക്കാം. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് സംഭവം എന്ന് പറഞ്ഞാൽ ആൾക്കാര് ഒരു സംഭവത്തെ നോക്കി കാണുന്നത് പല രീതിയിലാണ്. അതെ, ഒരു പിച്ചക്കാരന് പൈസ കൊടുക്കാനുള്ള ഒരു സംഭവമാണെന്ന് വെക്കും. ഇപ്പൊ ഞാൻ പോയിട്ട് 5 രൂപ കൊടുക്കുവാണ്, അപ്പോ നീ ഒരു സൈഡിൽ നിന്നിട്ട് നോക്കുവാണ്, അപ്പൊ അവൻ പിച്ചെടുക്കുന്ന ഒരുത്തിന് അവൻ 5 രൂപ കൊടുക്കുന്നു, നല്ല മനസ്സ്. ഇപ്പുറം നോക്കി ചിന്തിക്കുവാണ്, പിച്ചക്കാരൊക്കെ ഒരു മാഫിയാണ്, അവന്മാർക്ക് കൊണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഇങ്ങനെ പണിയെടുക്കാതെ ജീവിക്കും, അവൻ ചെയ്ത് തെറ്റല്ലേ, പൈസ കൊടുക്കരുത്, അവനോട് പോയി ഒന്ന് പറയണം എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കാര്യം തന്നെ രണ്ടായിട്ട് ചിന്തിച്ച ആൾക്കാരുണ്ട്. രണ്ടും ശരിയാണ്. അപ്പം മീഡിയ അല്ലെങ്കിൽ ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ഒരാളുടെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. അത് നല്ലതായിട്ടും ചീത്തയായിട്ടും പോർട്രേ ചെയ്യാം. അപ്പം അവര് ഒരു സംഭവം ചീത്തയായിട്ടാണ് പോർട്രേ ചെയ്യുന്നതെങ്കിൽ നമ്മളത് കാണുക, അതിൽ നിന്ന് സംഭവം എന്താണെന്ന് മനസ്സിലാക്കുക, നല്ലതാണോ ചീത്തയാണോ നമ്മൾ തന്നെ ചിന്തിക്കുക. കറക്റ്റ് പോയിന്റ്. അല്ലാതെ ഒരു മീഡിയ ഇപ്പൊ തന്നെ ഒരു സംഭവം മീഡിയ ഇങ്ങനെയാണ് അവതരിപ്പിക്കുള്ളൂ, മീഡിയക്ക് അതാണ് പറ്റുള്ളൂ. കാരണം ഞാൻ ഒരു കാര്യം നോക്കി കാണുന്നു, ഇപ്പൊ നീ ഒരു ഡ്രസ്സ് ഇട്ടേക്കുന്നു, ചിലപ്പോ നല്ലതാന്ന് എനിക്ക് തോന്നാം, ചീത്തയാന്ന് വേറെ ആൾക്ക് തോന്നാം. നിനക്ക് നല്ലതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ നല്ലതെന്ന് പറയും, വേറെ ചീത്തയാന്നും പറയും. ഒരിക്കലും അവന്റെ നല്ലതാണ് പക്ഷെ ചീത്തയാണ് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. ശരിയാണ്, ആ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ എടുക്കുമ്പോ നമ്മുടെ രീതിക്കുള്ള അഭിപ്രായം നമ്മൾ അതിനെ തുന്നയിച്ചെടുക്കുക, അല്ലാതെ അവര് പറയുന്ന വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അതായത് മീഡിയക്ക് ഒരു അങ്ങനത്തെ ഒരു ഹേറ്റ് കിട്ടുന്നുണ്ട്. മീഡിയ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്, പക്ഷെ ആൾക്കാർ അത് പേഴ്സണൽ ആയിട്ട് എടുത്തിട്ട് അതിനെ ഒഫൻഡഡ് ആവുകയാണ്. ശരിയാണ്. ഇൻ കേസ് അവർ ഉറപ്പിച്ച് തന്നെ പറയുന്നെങ്കിൽ പോലും നമ്മ എടുത്തുകൊണ്ടായിട്ട് അങ്ങ് അടിച്ചേൽപ്പിക്കുമല്ലോ, ഇതാണ് സത്യം,
നീ സത്യം വിട്ടിട്ട് പെരുമാറാൻ പാടില്ല എന്ന് എവിടെയും ഒരു മീഡിയയും പറയുന്നില്ല. നമുക്കപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. നമുക്ക് വേണേ ആ ന്യൂസ് കേട്ടിട്ട് പുറത്തൊക്കെ ഇറങ്ങി എന്നിട്ട് അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ലായിരിക്കും, ഇങ്ങനെയായിരിക്കും ചിലപ്പം എന്നുള്ള രീതിക്ക് നമുക്കങ്ങ് ചെയ്തൂടെ? ചെയ്യാം. പക്ഷെ നടക്കില്ല. അവര് പറയുന്നത് വെള്ളം തൊടാതെ വീഴുന്ന ഒരു പരിപാടിയാണ് നിലവിലുള്ളൂ. അങ്ങനെ വെള്ളം തൊടാതെ വീഴണമെങ്കിൽ ഈ സാധനം ഇച്ചിരി കൂടെ എല്ലാവർക്കും വികസിക്കാനുണ്ടാവും. ഇത് ഇച്ചിരി എക്സ്പാൻഡ് ആവാണ്ട്, ഇത് ഇച്ചിരി കുറച്ചുകൂടെ ഒരു ഫ്രീ ആവാനുണ്ട്, കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആവാണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റത്തില്ല. അത് തന്നെ. പക്ഷെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്ന പോലെ കുറെ കാര്യങ്ങൾ ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും ചിന്തിക്കുന്നവര്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന ഇത്ര ആൾക്കാരുണ്ടായിട്ട് പോലും ഇതിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല. എന്താ കാരണം? എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീടിനകത്തിരുന്നാണല്ലോ ഈ പറയുന്നത്. യെസ്, ഇതിവിടെ കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളിപ്പോ താഴെ പോയി ഒരു മന്തി കഴിച്ചിട്ട് നമ്മള് വേറെ പരിപാടിക്ക് പോകും. അതാണ് പ്രശ്നം. അതാണ് ആദ്യം പറഞ്ഞ പോയിന്റ്. നമ്മളടക്കാം. നമ്മുടെ നാട് നന്നാമത്തിന്റെ കാരണം നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അത് തന്നെ. അത് വേറെ ആരെ കണ്ട രാഷ്ട്രീയക്കാരെ അവരവരും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു അവസരം കിട്ടിയാൽ പറയും. നമ്മൾ വിചാരിച്ചാൽ ഈ സംഭവം നമുക്ക് മാറ്റാൻ പറ്റും. അതെ, നമുക്ക് നാക്ക് മാത്രമേ ഉള്ളൂ, നമ്മള് പ്രവർത്തിക്കത്തില്ല. ഞാനടക്കം. ഇപ്പൊ ആൾക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചോദിച്ചു നോക്കി. എത്ര എലക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥാനാർത്ഥിനെ കരിവാരി തേച്ചിട്ട് ഇവൻ മറ്റേ അഴിമതി ചെയ്തു, മറിച്ച അഴിമതി ചെയ്തു, ഇവൻ മറ്റേ സാധനം പണിയാൻ കിട്ടിയ ഫണ്ട് കൊണ്ട് ഇവന്റെ മറ്റേ വീട് കൊണ്ടു, ഇവൻ മറ്റേ ദുരിതാശ്വാസത്തിലേക്ക് കിട്ടിയ ഫണ്ട് മൊത്തം എവിടെ പോയി, അതിന്റെ കണക്കൊന്നുമില്ലല്ലോ, അത് മൊത്തം അഴിമതി കാണിച്ചത് ഇവനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവന് വോട്ട് ചെയ്യില്ലേ, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം. അതെ, അതായത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ കരിവാരി തേച്ചിട്ട് വോട്ട് ചോദിക്കുവാണ്. ഒരിക്കലെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ നീ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇവൻ ഒരു റോഡേ പണിതുള്ളൂ, എന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് എലക്ട് ചെയ്തെടുക്കുക, ഞാൻ 4 റോഡ് പണിയാം. അതായത് ഇവൻ ചെയ്ത് കഴിഞ്ഞ് കൂടുതൽ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യാം, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്ന എത്ര രാഷ്ട്രീയക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്? എല്ലാരും കുറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണേ. ആൾക്കാർക്ക് കേൾക്കാനും ഇഷ്ടം. അങ്ങനെ നെഗറ്റിവിറ്റീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഗവർണൻസ് വരുമ്പോൾ അതിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും. തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ നാട്ടുകാർ മാറണം. അതായത് എന്റെ നാട് ഭരിക്കാൻ വരുന്ന ആൾക്കാർ, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സർവീസ് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ലൈഫിന് ഈസി ആക്കേണ്ട ആൾക്കാരാണിത്. അത് എപ്പോഴൊക്കെ ഡിഫിക്കൽട്ട് ആകുന്നു അപ്പോഴൊക്കെ നമ്മുടെ നാട്ടുകാര് നമുക്ക് വേണ്ടി ഭരിക്കുന്ന ആൾക്കാരെ അക്കൗണ്ടബിൾ ആക്കി വെക്കണം, മാന്യമായ രീതിയിൽ. തീർച്ചയായിട്ടും. മറ്റേ ഈ കണ്ട ബിൽഡിങ്ങിന് തീയിടുക, വണ്ടിക്ക് തീയിടുക, അവിടെ എറിഞ്ഞു പൊട്ടിക്കുക, അടിച്ചു പൊട്ടിക്കുക, അത് ചെയ്യരുത്. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാരുടെയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, പബ്ലിക് റോഡാണ്, ഇതൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ടാക്സ് കൊണ്ടുള്ള പൈസ കൊണ്ടാണ് വീണ്ടും ഇതൊക്കെ പണിയുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട്. അവർക്ക് എന്തിനാ ബുദ്ധിമുട്ട്? നാട്ടുകാർ മണ്ടന്മാരില്ലേ, അതൊക്കെ ചെയ്യണം. കൂടെയുള്ള ഇതിന് നിന്നവന്റെ ഏതോ കാറ് പോയി, അവർക്കൊന്നും പോയിട്ടില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിൽ തല്ലാനും ഇടിച്ചിട്ടൊക്കെ എന്നാ കാര്യം? അതന്നെ, ആ കല്ലുണ്ണിയന്മാരും എല്ലാം ജയിലിൽ പോകും, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർ തിരിച്ചിറങ്ങി നടക്കുകയും ചെയ്യും, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ എങ്ങനെ ഈ ഒരു സംഭവം നോക്കിയിട്ടൊന്ന് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മളെല്ലാവരും മിണ്ടായിരിക്കുവാണ് എന്ന് നമ്മൾ കണക്കാക്കുക. കാരണം നമ്മൾ വലിയ കാര്യമായിട്ട് നാട്ടുകാരെ നമ്മളെല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യാറില്ല. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം ഇതാണ്. നാടിന് നല്ലത് ചെയ്യുന്ന എന്ന് നമുക്ക് ഉറപ്പുള്ള ആൾക്കാർ ഏതാണോ അവർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യുക. പിന്നെ ഈ നെഗറ്റിവിറ്റി പറഞ്ഞ് വോട്ട് മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തുമാത്രം സപ്പോർട്ട് ചെയ്യണമെന്ന് അത് നമ്മൾ തന്നെ തീരുമാനിക്കുക. പിന്നെ എന്റെ ഒരു ബേസിക് റൂളാണ്, ഇപ്പൊ എനിക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം കഴിഞ്ഞിട്ട് കുറെ നാളായി, എന്നാലും ഞാൻ ജാതിയും മതവും പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാൻ വരുന്ന, വോട്ട് മേടിക്കാൻ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ വോട്ട് ചെയ്യാറില്ല. ഈ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് അവൻ മറ്റേത് ചെയ്തു അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാം, ഞാനതിന് കുറച്ച് ചെയ്യാം എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അവർക്ക് ഞാൻ വോട്ട് ചെയ്യാറില്ല. ഇനി ഇലക്ഷൻ വരുമ്പം വോട്ടിങ്ങിന്റെ ഒരു രീതി, ഒരു പാറ്റേൺ, എന്തിനെ ബേസ് ചെയ്താണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാകണം. അതിന് ബേസ് ചെയ്ത് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ തന്നെ. കാരണം നമ്മുടെ ചിന്താഗതി മാറാത്തിടത്തോളം നമ്മുടെ നാട് ഇങ്ങനെ തന്നെ കിടക്കുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളും കൂടെ ചിന്തിച്ചു നോക്ക്, അതിനനുസരിച്ചുള്ളൊരു തീരുമാനവും പ്രവർത്തനങ്ങളും നടത്തും.